ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ NSC നാഷണൽ സയൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള NSCയുടെ എക്സാം പാറ്റേണും അതുപോലെ തന്നെ സെലക്ഷൻ ക്രൈറ്റീരിയ ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള സെലക്ഷൻ ക്രൈറ്റീരിയയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, NSC എന്താണ്, അതുപോലെ തന്നെ NSCയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, NSC എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. സോ നമ്മൾ NSC എന്നാണ് നടക്കുന്നത്, ഏത് ഡേയിലാണ് NSC നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. യൂഷ്വലി നവംബർ ലാസ്റ്റ് വീക്കാണ് നടക്കാറുള്ളത്. അതിൽ NSCA മാത്രമാണ് ഈ വർഷം 22 നവംബറിൽ നടക്കുന്നത്. ബാക്കി എല്ലാ എക്സാംസും നടത്തുന്നത് 23 നവംബറിനാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിങ്സിലാണ് നടത്തുന്നത്. NSCA നടത്തുന്നത് 2:30 to 4:30 സാറ്റർഡേ ആണ്. അതുപോലെ തന്നെ NSCP കണ്ടക്ട് ചെയ്യുന്നത് 8:30 to 10:30 മോർണിംഗ് ആണ് NSCP നടത്തുന്നത്. അതുപോലെ തന്നെ സൺഡേ NSCC കണ്ടക്ട് ചെയ്യുന്നുണ്ട്. NSCC കണ്ടക്ട് ചെയ്യുന്നത് 11:30 to 1:30 ആണ്. അതുപോലെ തന്നെ NSCBയും NSCJസും കണ്ടക്ട് ചെയ്യുന്നത് 2:30 to 4:30 സൺഡേ തന്നെയാണ്. സോ ഈ ഒരു ഡേറ്റ് നിങ്ങൾ മറന്നു പോകരുത്, നമ്മൾ ഡേറ്റ് ആണ്, എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ്സ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഇത് എല്ലാം നമുക്ക് എഴുതാൻ പറ്റുന്ന സ്റ്റുഡൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. NSCPയും NSCAയും NSCCയും NSCBയും ഒക്കെ എഴുതാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി സ്റ്റുഡൻറ് ഓഫ് ക്ലാസ് 12, 11 ആൻഡ് ഓർ 10th, അതായത് 10th, 11th, 12th പഠിക്കുന്ന ഏത് സ്റ്റുഡൻറ്റിനും അപ്ലൈ ചെയ്യാം. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ് ക്രൈറ്റീരിയ? 13/11/2025 അവരെന്തായിരിക്കണം, അവർക്ക് ആ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് ഈ ഒരു 13/11/2025 അവർ ക്ലാസ് 10ലോ 11ലോ 12ലോ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. NSCP, NSCA, NSCB, NSCC എന്ന് പറയുന്ന ഈ എക്സാംസ്. ഓക്കെ, ഇനി നമുക്ക് അതിൽ വേറൊരു ക്രൈറ്റീരിയ ഉണ്ട്, അവരുടെ ഏജ് ലിമിറ്റ് ഉണ്ട്. ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദേ ആർ ബോൺ ഇൻ ബിറ്റ്വീൻ 1-7, അതായത് July 1st, 2006നും അതുപോലെ തന്നെ 13/6/2011നും ഇടയിലായിരിക്കണം അവരുടെ എന്തുണ്ടാവുക, അവരുടെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അവർ ജനിച്ചത് July 1st, 2006നും 30th 6, അതായത് June 30th, 2011നും ഇടയിലായിരിക്കണം ഇവർ ജനിച്ചിട്ടുണ്ടാവുക. 2 ഡേയ്സും ഇൻക്ലൂസീവ് ആണ്, 2 ഡേയും എന്ത് ചെയ്യും, കണക്കാക്കും. NCERT ടെക്സ്റ്റ് ബുക്സ് അപ് ടു ക്ലാസ് 12 CBSE ആണ് എന്ത് ചെയ്യുന്നത്, സിലബസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. 12 CBSEൻ്റെ, അതായത് അപ് ടു ക്ലാസ് 12 CBSE വരെയുള്ള എല്ലാ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു എക്സാംസിന്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് NSCJSനെ കുറിച്ചാണ്, ജൂനിയർ സയൻസിലെ നാഷണൽ സയൻസ് എക്സാമിനേഷനെ കുറിച്ചാണ്. ജൂനിയർ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം 10th, 9th, 8th സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ എക്സാം ആണ്. അപ്പോൾ ആ ഒരു എക്സാം അത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പം അതിനും ക്രൈറ്റീരിയ ഉണ്ട്. ഇവരെന്തായിരിക്കണം, 8, 9, 10 ആസ് ഓൺ 13th, 11th, അതായത് November 13th, 2025 ഇവർ 8, 9, 10 സ്റ്റുഡൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ ദേ ആർ ബോൺ ഇൻ ബിറ്റ്വീൻ January 1, 2011 and December 31, 2012, അതായത് 2012 December 31 ഇടയിലും അവർ ജനിച്ചിരിക്കണം. അതായത് 2011 2012 ജനിച്ച സ്റ്റുഡൻസ് ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞുള്ളത്. ഓക്കെ, ഇനി അതിൽ എന്തൊക്കെ സബ്ജക്ട്സ് വരാം? ജൂനിയർ സയൻസിൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് അല്ലേ. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കുറച്ച് മാത്തമാറ്റിക്കൽ, അതായത് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും അതുപോലെ തന്നെ കുറച്ച് ഹയർ ലെവലിൽ വരുന്ന, കുറച്ച് ഹയർ ലെവലിൽ 10th കുറച്ച് ഹയർ ലെവലിൽ വരുന്ന കുറച്ച് കണ്ടന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവർ സിലബസ് ആയിട്ട് കൊടുത്തുള്ളത് 10th CBSE വരെയുള്ള, അതായത് 10th CBSE ക്ലാസ് വരെയുള്ള ടോപ്പിക്സ് ആണ് എന്ത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്നാലും കുറച്ച് കണ്ടന്റ്സ് എന്ത് ചെയ്യും 11th +2 ആ ഒരു സിലബസിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇതാണ് എന്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് NSC രജിസ്ട്രേഷൻ എന്നാ മുതലാണ്. നമ്മൾ ഓൾറെഡി സെൻട്രൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചതാണ്. സോ സെൻട്രൽ രജിസ്ട്രേഷൻ August 1st to 20 വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് August 21st September 14th വരെ, ഈ വീക്ക് നിങ്ങൾ September 14th വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സൺഡേ വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം അടുത്തത് എന്താണ്, എങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നതെന്നാണ് നോക്കുന്നത്. എക്സാം പാറ്റേൺ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മൾ പറയാണ്. NSCയുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് മോഡ് ഓഫ് എക്സാമിനേഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടാവും. അതിൽ ഡ്യൂറേഷൻ ഓഫ് ദ എക്സാം എന്ന് പറയുന്നത് ടോട്ടൽ 120 minutes ആണ്, 2 hours ആണ് നമ്മുടെ എക്സാം വരുന്നത്. ടോട്ടൽ സ്കോർ വരുന്നത് 216 ആണ്. 260 മാർക്സിനാണ് നമ്മളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ എങ്ങനെയാണ് പാർട്ട് എയിൽ 48 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാർട്ട് ബിയിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇനി നമ്മൾ മാർക്സ് പെർ ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്, 48 ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക്
കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, സിംഗിൾ ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സിൽ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഒരു ആൻസറേ ഉണ്ടാവുള്ളൂ. അതിൽ നമുക്ക് 3 മാർക്സ് ആണ് കിട്ടുക. ഇനി ബാക്കിയുള്ള 12 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അല്ലേ, 60ൽ 48 കഴിഞ്ഞാൽ ബാക്കി 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 12 ക്വസ്റ്റ്യൻസിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആൻസർ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒന്നിൽ തന്നെ 1-2 ഓപ്ഷൻസ് അല്ലെങ്കിൽ 1-2-3 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ നമുക്ക് 6 മാർക്സ് എന്ത് ചെയ്യും, നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അതിൽ 6 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ടോ നോക്കാം. നെഗറ്റീവ് മാർക്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. അതിൽ എവിടെയാണ് നെഗറ്റീവ് മാർക്സ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 48 ക്വസ്റ്റ്യൻസ്, ഈ 48 ക്വസ്റ്റ്യൻസിന് സിംഗിൾ ആൻസർ, അതായത് മൾട്ടിപ്പിൾ ചോയ്സിൽ തന്നെ സിംഗിൾ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ബട്ട് മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ എന്തില്ല, നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ നമുക്ക് ധൈര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് 1 or 2 അല്ലെങ്കിൽ 2 or 3 ഓപ്ഷൻസ് എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ 4 ഓപ്ഷൻസും കറക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഈ 12 മാർക്ക് അല്ലെങ്കിൽ ഈ 12 ക്വസ്റ്റ്യൻസ് 6 മാർക്കിൻ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതാണ് എന്ത് പാറ്റേൺ, കോമൺ പാറ്റേൺ ഓഫ് NSE എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എലിജിബിലിറ്റി എങ്ങനെയാണ്, INO അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നമ്മൾ മാക്സിമം നോക്കേണ്ടത് മാക്സിമം അഡ്മിസിബിൾ സ്കോർ, അതായത് മാക്സിമം അഡ്മിസിബിൾ സ്കോർ എന്താണ്, അതുപോലെ തന്നെ MI മെറിറ്റ് ഇൻഡെക്സ് പറയുന്ന ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് MAS അല്ലെങ്കിൽ മാക്സിമം അഡ്മിസിബിൾ സ്കോർ ആണ്. അപ്പോൾ മാക്സിമം അഡ്മിസിബിൾ സ്കോർ എന്ന് പറയുന്നത് യൂസ് ടു ഡിറ്റർമൈൻ ബേസിക് എലിജിബിലിറ്റി ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. അതായത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാനുള്ള ബേസിക് മാർക്കാണ് നമ്മൾ ഈ പറയുന്ന MAS അല്ലെങ്കിൽ മാക്സിമം അഡ്മിസിബിൾ സ്കോർ എന്ന് പറയുന്നത്. ഇതിനൊക്കെ കാറ്റഗറി ഉണ്ട്, ഇതിനൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് മാർക്സ് ആണ് വരുന്നത്. ഡിഫൈൻഡ് ആസ് 50% ഓഫ് ദ ആവറേജ് ഓഫ് ടോപ്പ് 10 സ്കോർസ് നാഷണലി. അതായത് നാഷണലി കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് അല്ലേ. അപ്പോൾ നാഷണലി കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിൽ ടോപ്പ് 10 സ്കോർസ് വന്നിട്ടുള്ള അവരുടെ ആവറേജിൻ്റെ 50% ആണ് എന്താ, നമുക്ക് ആ വർഷം നമുക്ക് NSE ക്വാളിഫൈ ചെയ്തിട്ട് INOയിലേക്കുള്ള സെലക്ഷനുള്ള സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 50%, അതായത് ടോപ്പ് 10 സ്കോറേഴ്സിൻ്റെ ആവറേജ്, അതായത് അവരുടെ ആവറേജിൻ്റെ 50% ആണ് എന്ത്, നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ INOയിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്, റിലേറ്റീവ് ആണ് അല്ലേ, നമ്മൾ സ്കൂളിലെ ഗ്രീഡിങ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന്. അപ്പോൾ അതിൽ പ്യുവർലി റാങ്ക് ബേസ് ചെയ്തിട്ടാണ്. സോ അതിൽ 50% സ്കോർ, അതായത് ടോപ്പ് റാങ്കേഴ്സിന് അല്ലെങ്കിൽ ടോപ്പ് റാങ്ക്സിൻ്റെ ടോപ്പ് 10ൻ്റെ 50% ആണ് നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താനുള്ള മാർക്ക് എന്ന് പറയുന്നത്. ഇനി മിനിമം ത്രെഷോൾഡ് ക്വാളിഫൈ ഫോർ INO, അതായത് INOയിലേക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ മാർക്ക് എന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് വേണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് MI അല്ലെങ്കിൽ മെറിറ്റ് ഇൻഡെക്സ് ആണ്. ഇത് വേറെ തന്നെ കാറ്റഗറിയാണ്. യൂസ് ടു ഇഷ്യൂ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ബ്രേക്ക് ടൈസ്, അതായത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് INOയിലേക്ക് സെലക്ട് ചെയ്യുകയും അതിനൊപ്പം തന്നെ ഈ ഒരു NSE-JSന്റെ ടോപ്പ് സ്കോറേഴ്സിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു മാർക്കാണ് എന്ത്, മെറിറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൈൻഡ് ആയിട്ട് 80% ഓഫ് ദ ആവറേജ് സ്കോർ, അതായത് ടോപ്പ് 10 സ്റ്റുഡൻസിൻ്റെ 80% കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് കൂടി കിട്ടും. ഓക്കെ, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നമുക്ക് നാഷണലി വരുന്ന ടോപ്പ് 10 ആൾക്കാരുടെ അവരുടെ ആവറേജിൻ്റെ 80% ആണ് എന്ത്, നമുക്ക് മെറിറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള മാർക്ക് എന്ന് പറയുന്നത്. ടോപ്പ് പെർഫോമർ റെക്കഗ്നീഷൻ ആൻഡ് റാങ്കിങ്, ടോപ്പ് പെർഫോമേഴ്സിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് റാങ്കിങ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെറിറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന MI എന്ന് പറയുന്ന ഈ ഒരു കാര്യമുള്ളത്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് 2024 വന്നുള്ള കട്ട് ഓഫ്സ് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. 25 ആണ് നടക്കാൻ പോകുന്നത്. 24th ഓരോ എക്സാംസിന് എത്ര കട്ട് ഓഫ് ആണ്, MAS എത്ര വന്നിട്ടുണ്ട്, MI എത്ര വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. MAS വന്നിട്ടുള്ളത് NSEPക്ക് MAS വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ടോപ്പ് 10 സ്കോറേഴ്സിന്റെ ആവറേജ് വന്നിട്ടുള്ളത് 199.8, അതായത് 216 199.8 ആണ് അവിടെ വന്നിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത്. അത്രയും ടഫർ ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ട് കൂടിയും അത്രയും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതിൽ MAS വന്നിട്ടുള്ളത് മിനിമം അഡ്മിസിബിൾ സ്കോർ എന്ന് പറയുന്നത് 99 ആണ് വന്നിട്ടുള്ളത്. മെറിറ്റ് ഇൻഡെക്സ് വന്നിട്ടുള്ളത് 159 ആണ്. ആവറേജ് നമ്മൾ ഇവിടെ 50 എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടുന്നത് 99 ആണ്. ഇവിടെ 80 എടുക്കുമ്പോൾ 159 ആണ് മാർക്ക് കിട്ടിയിട്ടുള്ള MI. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ NSCCക്ക് വന്നിട്ടുള്ള കെമിസ്ട്രിക്ക് വന്നിട്ടുള്ളത് 198.4 ആണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാതെ അത്യാവശ്യം ടഫറായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. എന്നിട്ട് കൂടി ഈ ഒരു സ്കോർ വന്നിട്ടുണ്ട്. അതിലും MAS മാക്സിമം അഡ്മിസിബിൾ സ്കോർ എന്ന് പറയുന്നത് 99 ആയിരുന്നു. മെറിറ്റ് ഇൻഡെക്സ് വന്നിട്ടുള്ളത് 158 ആയിരുന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ NSEBയിൽ ആണ് ഏറ്റവും കുറവ് സ്കോർ വന്നിട്ടുള്ളത്. ഏറ്റവും കുറവ് സ്കോർ ടോപ്പ്
പെർഫോമേഴ്സിൻ്റെ ആവറേജ് വന്നുള്ളത് 141.2 ആണ് വന്നുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ MAS അതായത് മാക്സിമം അഡ്മിസിബിൾ സ്കോർ വന്നുള്ളത് 70 ആണ്. MI അതായത് മെറിറ്റ് ഇൻഡെക്സ് വന്നുള്ളത് 112 ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ NSCJS കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത് എത്രയാണ് സ്കോർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 172.2 ആണ്. ആവറേജ് വന്നുള്ളത് ടോപ്പ് പെർഫോമേഴ്സിൻ്റെ ആവറേജ് വന്നുള്ളത് 172.2 ആണ്. അതിൽ MAS വന്നുള്ളത് അല്ലെങ്കിൽ INOക്ക് സെലക്ട് ചെയ്തിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത് 86 മാർക്ക് നേടിയിട്ടുള്ള അതിന് മുകളിലുള്ള സ്റ്റുഡൻസിനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ മെറിറ്റ് ഇൻഡെക്സിൽ വന്നിട്ടുള്ളത് 137 എബോവ് സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. ഓക്കെ, സോ ഈ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയും ടഫർ ആയിട്ടുള്ള എക്സാംസ് ആയിട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സാംസിൽ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യും, നമുക്കും പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ഈവൻ ഇഫ് നമ്മൾ 8th-ലോ 9th-ലോ 10th-ലോ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ ഗ്രാജുവലി നമ്മൾ എത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഒളിമ്പ്യാഡ് ടൈപ്പ് ഓഫ് എക്സാംസ് നമ്മൾ എഴുതിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജസിലേക്കൊക്കെ എത്തുക. സോ നമ്മൾ 8th-ലോ 9th-ലോ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ആ ഒരു സിലബസ് കവർ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒട്ടും പുറകോട്ട് പോരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള എക്സാംസ് എഴുതി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് സ്റ്റേജിലേക്കൊക്കെ നമുക്ക് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുള്ളൂ. സോ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സ് എഴുതുന്ന സമയത്ത് നമുക്ക് ഗ്രാജുവലി വരുന്ന കാര്യമാണ് നമുക്ക് അടുത്ത എക്സാമിലേക്ക് എഴുതാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ നമ്മൾ NSCJS എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഫ്രീ കോച്ചിങ് ആയിട്ട് നമ്മൾ യൂട്യൂബ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. NSCJS ഫോർ ഫ്രീ, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ NSCJS നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോച്ചിങ് അതായത് ഫ്രീ കോച്ചിങ് കിട്ടിയിട്ട് തന്നെ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫ്രീ കോച്ചിങ് കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ്, ഈ ഒരു എക്സാമുമായിട്ട് എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ NSCJS 2025 ക്ലാസ്സസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരുപാട് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ ലൈവ് ഡൗട്ട് സോൾവിങ് സെഷൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് നവംബറിൽ നമ്മൾ ലൈവ് ഡൗട്ട് സോൾവിങ് സെഷൻസ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പേർട്ട് ക്യൂറേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അതിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. യൂട്യൂബിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുന്നത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലാണ്. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് പറയുകയാണ്. നമ്മുടെ എക്സാം വരുന്നത് November 23rd അതുപോലെ തന്നെ നമ്മൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, മാക്സിമം അഡ്മിസിബിൾ സ്കോറും കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടതാണ്. സോ അതിലേക്കൊക്കെ നമുക്ക് എത്താൻ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്താൻ പറ്റും. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷനിലൂടെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേയ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. അതുപോലെ തന്നെ September 14th നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിന് മുമ്പേ ആയിട്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ആ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. സോ എല്ലാവർക്കും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.